ചാനൽ വിയുടെ പ്രേക്ഷകരെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു താരത്തിനെയാണ്. താരം എന്ന് പറഞ്ഞാൽ അതൊരു അതിപ്രസരമായി പോകില്ല. കാര്യം നമ്മുടെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു ഇതിനൊക്കെ മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ബാബു ആൻ്റണിയുടെ അവരനായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബാബു സ്വീറ്റാണ് ഇപ്പോൾ എൻ്റെ കൂടെ കൊല്ലൂരുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലൂർ തൂക്കുപാലത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബാബു സ്വീറ്റിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ ബാബു സ്വീറ്റ് നമസ്കാരം. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ കൊട്ടാരക്കര നിറഞ്ഞു നിൽക്കുവാണ് ഇല്ലേ? അപ്പോൾ അന്ന് മുതൽ വിചാരിക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ യാദൃശ്ചികമായിട്ടാണ് നിങ്ങൾ ഇവിടെ കണ്ടത് അല്ലേ? എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഈ ഒരു അവസാന സോഷ്യൽ മീഡിയകളാണ് എല്ലാവരും അറിയുന്നത്. അതിനുശേഷം കുറച്ച് ഒരുപാട് ചാനലുകൾക്ക് പിന്നെ സിനിമയിലേക്കുള്ള ആദ്യത്തെ ഒരു മാതിരി ചെയ്തു വെക്കുന്ന മാതിരി സിനിമയുടെ ഡബിങ് നമ്മുടെ കൊല്ലം സുചേട്ട. ഇപ്പോൾ ഒരുപാട് ചാനൽ, മെയിൻ ചാനൽ ഉൾപ്പെടെ എല്ലാത്തിലും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എന്തെങ്കിലും ആയിട്ടുണ്ടോ? സിനിമയിലേക്കുള്ള ഒരു അവസരം എന്ന മാതിരി ഫസ്റ്റ് തുടക്കം മാതിരി നമ്മുടെ സ്വർഗത്തിലെ കട്ടറുണ്ട് കൊല്ലം സുചേട്ടൻ ഒന്നിച്ച് അവസാന ചിത്രമായിരുന്നു. സിനിമയുടെ ഡബിങ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് ചാനലിൽ കണ്ടിരുന്നു ഡിഗ്രി ഞാൻ പറയുന്നതായിട്ട് നമുക്കൊരു സമ്മതി അതെവിടെയാണ്? കൊല്ലത്താണ്. പ്രോഗ്രാംസ് എല്ലാം പ്രോഗ്രാമെല്ലാം ഇപ്പോൾ അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് ഇപ്പോൾ വിളിച്ചാൽ അങ്ങനെ കുറേ ചാനലുകാരൊക്കെ വിളിച്ച് നമ്മുടെ നാട്ടുകാരും കൂടെയാണല്ലോ. വളരെ സന്തോഷം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര നാളായി ഇറക്കി വൈറലായി തുടങ്ങിയിട്ട്? എനിക്കിപ്പോൾ പെട്ടെന്നായിരുന്നു ബാവൻലി സാറ് ആ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ വരെ സാറിൻ്റെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ മോനൊക്കെ കണ്ട് പെട്ടെന്ന് ചാനലുകാർ വിളിച്ചു. പെട്ടെന്നായിരുന്നു. പെട്ടെന്നങ്ങ് പ്ലാൻ ചെയ്തൊന്നും അല്ലല്ലോ, അല്ല പെട്ടെന്ന് സംഭവിച്ചു. അപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നിരവധി ആളുകൾ നമുക്ക് ഫേമസ് ആയിട്ട് വരുന്നുണ്ട്, വൈറലായിട്ടുണ്ട്. അതിനകത്തിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത് ബാബു തന്നെയാണ്. അപ്പം നമ്മുടെ കൊട്ടാരക്കര അതിന് മുമ്പ് അഖിൽമാരായിരുന്നു. അഖിൽമാരാർ കഴിഞ്ഞിട്ടിപ്പം ബാബു സ്വീറ്റ് കൊട്ടാരക്കരയെ പ്രതിനിധിച്ച് വന്നിരിക്കുകയാണ്. സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു അമ്മയ്ക്ക് വീട് വെച്ച് കൊടുത്ത ഒരു കാര്യം ഇങ്ങനെ പറയുന്നതാണ്. അത് നമ്മുടെ പുത്തൂരുള്ള ഒരു പാവമാണ്. 65 വസ്തുവൊക്കെ നഷ്ടപ്പെട്ട ആത്മഹത്യ വക്കീലില്ല. അതെങ്ങനെ കണ്ടു? അമ്മയ്ക്കിന് ആത്മഹത്യയുടെ വക്കീൽ ചാടിയ ആത്മഹത്യ വക്കീലിനൊക്കെയാണ് അത് കാണുന്നത്. ഒരു അമ്മ അന്ന് രക്ഷിച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞത് അമ്മ ഇതിൽ അമ്മ വീട് നഷ്ടപ്പെട്ടിട്ട് പേര് അമ്മ മരിക്കുകയെന്ന് കണ്ട അതൊരു വീട് വെച്ച് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഈ ചെല്ലുന്നത് നമ്മുടെ ഒരു ഇതൊക്കെ കണ്ടിട്ട് അമ്മ വിചാരിച്ചു നമുക്ക് അല്ലല്ല, നമ്മുടെ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം 50 രൂപ അന്നുള്ള ബൈക്കാർ തന്നെ അത് വെച്ച് ഒരു പ്രതീക്ഷ. പിന്നെ ഒരു അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കാൻ ശ്രമിച്ചു. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. ഒരുപാട് ആൾക്കാരെ പോയി കണ്ട് കടകളിൽ അവിടെ ഇവിടുന്നൊക്കെ കണ്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരു മാസ്റ്റർ സാർ, ഷാജി സാർ, പിന്നെ കട ഷോപ്പുകളിലൊക്കെ ഒരുപാട് ചൈല് എന്ന ഷോപ്പുകളുണ്ട്. അതിലത് വിറ്റ് വരുന്ന വിചാരിച്ചാണ്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ, കലാകാരന്മാർ. നിലവിലെന്തായി എൻ്റെ അവസ്ഥ? അങ്ങനെ ഒരുപാട് പേര് പ്ലംബിങ്ങിൻ്റെ സാധനമൊക്കെ നമ്മൾ കൊട്ടാരക്കര ഓരോ ഷോപ്പുകളിൽ പോയി എല്ലാ സാധനങ്ങളും തന്നെ പണിഞ്ഞ് ഇപ്പോൾ വരുന്ന മാസമായിട്ട് 4 വർഷം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 50 രൂപയായിട്ട് ഒരു അമ്മയെ സഹായിക്കാൻ പോയതാണ്, ഒരു വീട് വെച്ച് കൊടുത്തത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് പറഞ്ഞത് അഭിനന്ദിക്കണമെന്ന് അറിയത്തില്ല. കാര്യം 50 രൂപയുമായിട്ടൊരു ചെറുപ്പക്കാരൻ വീട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഒരു അമ്മയ്ക്ക്. കാര്യം ഒരുപാട് അധ്വാനമുണ്ട്, നിരവധി പേരുടെ അധ്വാനം ഉണ്ടല്ലേ അതിന് പറയില്ല. പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത സുഹൃത്തുക്കൾ എല്ലാ സ്നേഹം അറിയും. ഒരുപാട് പേരെ അങ്ങ് മനസ്സിലായി. കൊട്ടാരക്കരക്കാരാണോ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരാളുടെ പേര് മാത്രം എടുത്ത് പറഞ്ഞു ബാക്കി സഹായിച്ചവർക്ക് അവർ പറയും ഞങ്ങളെ സഹായിച്ചായിരുന്നു. ഇതിനകത്ത് ഒരു കട്ടയ്ക്കെങ്കിലും സഹായിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചു. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ അമ്മിണിയമ്മയുടെ പേരിൽ സ്നേഹം അറിയിക്കുന്നു. കാരണം എന്തായാലും ഈ അമ്മിണിയമ്മയുടെ വീട് പാലിച്ച് എന്താ പറഞ്ഞാൽ ഈ വരുന്ന മാസം അപ്പോൾ നമ്മളും തീർച്ചയായിട്ടും അവിടെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പുറത്തോട്ട് അറിയേണ്ടത്. കാര്യം അങ്ങനെ അറിയുമ്പോഴേ ഈ കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സഹായിക്കാനെ കൊണ്ടായിട്ട് കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നത്. ഒരുപാട് പേര് ശരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾ. നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറയാം എനിക്ക് വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ കൊട്ടാരക്കര സ്വദേശിയായ ബാബു സ്വീറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്.
അപ്പോൾ എന്തായാലും മലയാള സിനിമയിലേക്ക് ഒരു എൻട്രി വന്നിട്ടുണ്ടല്ലേ. ബാബുവിൻ്റെ ഒരു സഹായമാണ് മെയിനായിട്ട് വന്നത് അല്ലേ. ഗോവിന്ദ സാറിൻ്റെ ആ ഒരു പോസ്റ്റാണ്. പുള്ളിയുടെ വലിയ മനസ്സ്, വലിയ കലാകാരനാണ്. നമ്മുടെ മാതിരി ആക്ഷൻ സൂപ്പർ സ്റ്റാർ ലാസ്റ്റ് RDX ഉൾപ്പെടെയുള്ള സിനിമയിൽ മാസ് വലിയ പ്രകടനമായിരുന്നു. പവർ സ്റ്റാർ ഒരുപാട് സിനിമകൾ ഇറങ്ങാറുണ്ട്. എല്ലാം വൻ വിജയമാവട്ടെ. എല്ലാവരും സപ്പോർട്ട്. മാറി നിന്ന സമയത്തുള്ള ഒരു കുറേ പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി. ഇപ്പൊ ഈ വന്ന കുറച്ച് സിനിമകളിൽ കൂടെ അത് വീണ്ടും തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ആ RDX-നകത്തൊക്കെയുള്ള ആ ഫൈറ്റ് ഉണ്ടല്ലോ, അതെ അതെ അതെ, കൊച്ചു കുട്ടികൾ പോലും അത് കണ്ടിട്ട് കൊച്ചു കുട്ടികൾ അതാ പിന്നെ കൊച്ചു കുട്ടികൾ പോലും ആ നെഞ്ച കറക്കിയൊക്കെ എടുക്കുന്ന സാധനമൊക്കെ ഇല്ല. അതൊക്കെ കൊച്ചു കുട്ടികൾ പോലും ഇപ്പം ചെയ്യുന്ന കാണുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഒരു കരോട്ട, ഒരു മാർഷൽ ആർട്സ് ഒക്കെ കാണിച്ച് ഭവനൻ സാർ തന്നെ. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. എങ്ങോട്ടാ? കുറച്ച് നാളായി തന്നെ ഒന്ന് പരിചയപ്പെടണം. ഇനി ആർക്കടാ പരിചയപ്പെടുന്നത്? എല്ലാ നായിന്റെ മക്കളോടും പറഞ്ഞേക്ക് ഞാൻ തിരിച്ചു വന്നു.